RRB പബ്ലിഷ് ചെയ്തിരിക്കുന്ന എക്സാമിന്റെ ആ ഒരു ഷെഡ്യൂൾ 3 ദിവസങ്ങളായിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ ആധാർ അൺലോക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഹായ് ഓൾ, വെൽക്കം ടു എജൂസ് അക്കാഡമി. എജൂസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും കാത്തിരുന്നത് പോലെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പാരാമെഡിക്കൽ പോസ്റ്റിലേക്കുള്ള പരീക്ഷയുടെ ഡേറ്റ് RRB അനൗൺസ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്കറിയാം, നോർമൽ PSC പോലെയല്ല, നമ്മൾ RRBയുടെ എക്സാം എഴുതുമ്പോൾ മൈന്യൂട്ട് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ബട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ അതിന്റെ വിശദ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തിരിക്കുന്ന ലിങ്ക് യൂസ് ചെയ്ത് കമ്മ്യൂണിറ്റിയിലും കൂടെ ജോയിൻ ചെയ്യുക. ലാബ് ടെക്നീഷ്യൻ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻസും അപ്ഡേഷൻസും നിങ്ങൾക്ക് ആ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി വഴി അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ കമ്മ്യൂണിറ്റിയിലും കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് വിശദമായ ഡീറ്റെയിൽസിലോട്ട് പോകാം. അപ്പൊ ഇതാണ് നമ്മുടെ RRB പബ്ലിഷ് ചെയ്തിരിക്കുന്ന എക്സാമിന്റെ ആ ഒരു ഡേറ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, പാരാമെഡിക്കൽ കാറ്റഗറീസ് വരുന്ന സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നമ്പർ സെൻ നമ്പർ എന്ന് പറയുന്നത് 04/2024 ആണ്. നമ്മുടെ എക്സാം ഡേറ്റ് അവർ അനൗൺസ് ചെയ്തിരിക്കുന്ന എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് 28 ഏപ്രിൽ 2025 മുതൽ 30 ഏപ്രിൽ 2025 വരെയാണ്. ഏകദേശം 3 ദിവസങ്ങളിലായിട്ടായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ സെൻ നമ്പർ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ സെൻ നമ്പർ ഒക്കെ പറയുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു 3 ദിവസങ്ങളായിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. 28, 29, 30 തീയതികളിലായിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ എക്സാമിന്റെ ഡേറ്റ്, അതിന്റെ ഷിഫ്റ്റ്, നമ്മുടെ എക്സാമിന്റെ സിറ്റി, നിങ്ങളുടെ സെന്റർ 10 ദിവസത്തിന് മുമ്പേ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. എക്സാമിന്റെ 10 ദിവസത്തിന് മുന്നേ ആയിരിക്കും നിങ്ങളുടെ പ്രൊഫൈലിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്ത സമയത്ത് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു പ്രൊഫൈലിലായിരിക്കും നിങ്ങളുടെ എക്സാം ഡേറ്റ്, ഷിഫ്റ്റ്, സിറ്റി. മറ്റൊരു കാര്യം, 3 ദിവസങ്ങളിലായിട്ട് 2 ഷിഫ്റ്റിലായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നെക്സ്റ്റ് പറഞ്ഞതുപോലെ 3 ദിവസങ്ങൾ 2 ഷിഫ്റ്റ് ആയിരിക്കും എക്സാം വരുന്നത്. നമ്മുടെ ഹോൾ ടിക്കറ്റ് എക്സാമിന് 4 ദിവസം മുന്നേ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ അവൈലബിൾ ആയിട്ട് കിട്ടുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഹോൾ ടിക്കറ്റും ആധാർ കാർഡുമാണ് എക്സാമിന് പോകുമ്പോൾ നമ്മുടെ കൈവശം വേണ്ടത്. അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഹോൾ ടിക്കറ്റും ആധാർ കാർഡും മസ്റ്റ് ആണ്. ആരും ഇത് മറന്നു പോകരുത്, ഓർമ്മയിൽ തന്നെ വെക്കുക. ഹോൾ ടിക്കറ്റും ആധാർ കാർഡുമാണ് നിങ്ങളുടെ കൈവശം വെച്ചിരിക്കേണ്ടത്. ഈ ഹോൾ ടിക്കറ്റ് നമ്മുടെ എക്സാമിന് 4 ദിവസം മുന്നേ ആയിരിക്കും നിങ്ങളുടെ പ്രൊഫൈലിൽ അവൈലബിൾ ആയിട്ട് കിട്ടുക. ഓക്കെ, മറ്റൊരു കാര്യം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ ആധാർ അൺലോക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. മൈ ആധാർ എന്ന് പറയുന്ന ഒരു സൈറ്റിൽ കയറുക. അവിടെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അവിടെ ആധാർ അൺലോക്ക് എന്ന് പറയുന്ന അൺലോക്ക് ആധാർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ആധാർ അൺലോക്ക് ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാം പാറ്റേൺ, നമ്മുടെ സിലബസും അതിന്റെ മാർക്ക് ഡിവിഷനും ഒക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ്, എക്സാം പാറ്റേൺ നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, ഓൺലൈൻ ടെസ്റ്റ് ആണ്. 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് തരുന്നത്. ഒപ്പം 4 ഓപ്ഷൻ ഉണ്ടാവും. നമ്മുടെ PSC എക്സാം പോലെ തന്നെയാണ്. 4 ഓപ്ഷനുള്ള 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് 90 മിനിറ്റ്സ് ആണ്. അതായത് 1.5 മണിക്കൂറാണ് ഈ 100 ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ഡിസബിലിറ്റീസ് ഉള്ള കാൻഡിഡേറ്റ്സിന് 120 മിനിറ്റ്സ് അനുവദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം 1 മാർക്ക് നിങ്ങളുടെ റൈറ്റ് ആൻസറിന് ലഭിക്കുന്നതാണ്. അതുപോലെ റോങ് ആൻസറിന് -0.33 മാർക്ക് നിങ്ങൾക്ക് ഡെഡ്യൂസ് ചെയ്ത് പോകുന്നതാണ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ ഓർമ്മയിൽ വെക്കുക. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, ഓൺലൈൻ ടെസ്റ്റ് ആണ്. 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും വിത്ത് 4 ഓപ്ഷൻസ്. റൈറ്റ് ആൻസറിന് 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ റോങ് ആൻസറിന് -0.33 മാർക്കും ഉണ്ടായിരിക്കുന്നതാണ്. 90 മിനിറ്റ്സ് ആണ് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ ഡിസബിലിറ്റീസ് ഉള്ള കാൻഡിഡേറ്റ്സിന് 120 മാർക്സും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആധാർ കാർഡിന്റെ അൺലോക്ക് ആണ്. ആധാർ കാർഡും ഹോൾ ടിക്കറ്റുമാണ് നിങ്ങളുടെ കൈവശം വെച്ചിരിക്കേണ്ടത്.
ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.